കോവിഡ് കാലത്തിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ബൈജൂസിൽ സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ പുറത്താക്കാൻ നീക്കം. സ്ഥാപനത്തിൽ 30% ഓഹരി കൈയാളുന്ന ഒരു സംഘം പ്രമുഖ ഓഹരി ഉടമകളാണ് കമ്പനിയുടെ അസാധാരണ പൊതുയോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പിന്റെ നിക്ഷേപകരും ബൈജു രവീന്ദ്രനും തമ്മിലുള്ള അകലം കൂടി വ്യക്തമാകുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ബോർഡിൽ നിന്ന് ബൈജു രവീന്ദ്രനെയും കുടുംബാംഗങ്ങളെയും പുറത്താക്കാനായി ഈ ഓഹരി ഉടമകൾ വോട്ട് ചെയ്യുമെന്നാണ് സൂചന. കമ്പനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വഷളാകുന്നതിനിടെ നിക്ഷേപകർ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും വിജയിച്ചില്ലെന്നും പറയുന്നു. തിങ്കാലോണിന്റെ നിലവിലെ ബോർഡ് ബൈജു രവീന്ദ്രൻ, സഹസ്ഥാപകയും ഭാര്യയുമായ ദിവ്യ ഗോകുൽനാഥ്, സഹോദരൻ റിജു രവീന്ദ്രൻ എന്നിവരടങ്ങിയതാണ്. ഇവരുടെ ഭരണപ്പിഴവാണ് സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിമർശനം. രവീന്ദ്രനും കുടുംബത്തിനും കമ്പനിയിൽ 26% ഓഹരിയുണ്ട്. ജൂലൈയിലും ഡിസംബറിലും അടിയന്തര പൊതുയോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും TRL ബോർഡ് ഡയറക്ടർമാർ ഗൗനിച്ചില്ല. സ്ഥാപകരെ ഒഴിവാക്കി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പുനഃസംഘടിപ്പിക്കണമെന്നാണ് ആവശ്യങ്ങളിലൊന്ന്. സാമ്പത്തിക ദുരുപയോഗം, ബിസിനസ് വ്യവസ്ഥകൾ ലംഘിക്കൽ ഉൾപ്പെടെയുള്ള പ്രമേയങ്ങൾ ചർച്ച ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ നേതൃത്വ മാറ്റത്തിനാണ് മുറവിളി. നിലവിലെ നേതൃത്വത്തിന് കീഴിൽ കമ്പനിയുടെ ഭാവി സ്ഥിരതയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് ഒരു സംഘം നിക്ഷേപകർ പറയുന്നു. അടിയന്തര പൊതുയോഗത്തിൽ പ്രമേയം പാസ്സാക്കണമെങ്കിൽ ഓഹരിയുടമകളുടെ പിന്തുണ നേടണം. മതിയായ വോട്ടുകൾ കിട്ടിയാൽ ബൈജുവിനെയും കുടുംബത്തെയും പുറത്താക്കി പുതിയ മാനേജ്മെന്റിനെ അവരോധിക്കാനാണ് നീക്കം. അതേസമയം നേതൃസ്ഥാനത്തുള്ളവരെ പുറത്താക്കാൻ നിക്ഷേപകർ ഗൂഢാലോചന നടത്തിയെന്നാണ് ബൈജൂസ് മാനേജ്മെന്റിന്റെ ആരോപണം. പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നിക്ഷേപകർ ബൈജു രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റാൻ ശ്രമിച്ചെന്ന് ജീവനക്കാർക്കയച്ച കത്തിൽ കമ്പനി ആരോപിക്കുന്നുണ്ട്. CEO ഉൾപ്പെടെയുള്ളവരെ മാറ്റാനുള്ള അവകാശം നിക്ഷേപകർക്കില്ലെന്ന് മാനേജ്മെന്റ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഈ ആഴ്ച ആദ്യം പ്രഖ്യാപിച്ച അവകാശ ഇഷ്യൂ ഓവർ സബ്സ്ക്രൈബ് ആയതായും മാനേജ്മെന്റ് ജീവനക്കാരെ അറിയിച്ചു. അവകാശ ഇഷ്യൂ ആരംഭിച്ച 3 ദിവസത്തിനുള്ളിൽ നിർദ്ദിഷ്ട തുകയുടെ 100% എന്നാണ് കമ്പനി അവകാശപ്പെട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 25 ദിവസം കൂടി വേണ്ടിവരുമെന്നും ജീവനക്കാർക്കയച്ച കത്തിൽ പറയുന്നുണ്ട്. ഫെബ്രുവരി 5-നകം ശമ്പളം നൽകുമെന്നും മാനേജ്മെന്റ് ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്കാൽ ലേണിംഗ് സ്ഥാപകർക്ക് നിയന്ത്രണമുണ്ടാകാത്ത വിധത്തിൽ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നതായിരുന്നു മുന്നോട്ട് വെച്ച ആവശ്യം. പ്രധാന നിക്ഷേപകരായ ജനറൽ അറ്റ്ലാന്റിക്, പ്രോസസ് വെഞ്ചേഴ്സ്, പീക്ക് XP തുടങ്ങിയവരാണ് കമ്പനിയുടെ ബോർഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. ഏറെ പ്രതീക്ഷയോടെ ബൈജൂസിൽ നിക്ഷേപമിറക്കിയ പലരും തങ്ങളെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന് അവകാശപ്പെട്ട് ദേശീയ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചതോടെ ബൈജു രവീന്ദ്രനും വെറുതെ ഇരിക്കുന്നില്ല. കാരണം തന്റെ കമ്പനികളിൽ നിക്ഷേപിച്ചവരെ പാപ്പരായി ദേശീയ കമ്പനി ലോ ട്രിബ്യൂണൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈജൂസ് എന്ന കമ്പനിയുടെ വിശ്വാസ്യത ആഗോളതലത്തിൽ തകരും. അതിനു മുൻപ് സർവ്വശക്തിയുമെടുത്ത് നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവകാശ ഓഹരികൾ ഇറക്കി 1600 കോടി സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഉടമ ബൈജു രവീന്ദ്രൻ. കമ്പനിയുടെ മൂലധന ചെലവുകൾക്ക് ഈ പണം ഉപയോഗിക്കുമെന്ന് ബൈജു രവീന്ദ്രൻ പറയുന്നു.